രാജ്യത്ത് 6 കുട്ടികൾക്ക് HMP വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിച്ചതായി പ്രിൻസിപ്പാൾ. നിലമ്പൂർ DFO ഓഫീസ് ആക്രമണ കേസിൽ PV അൻവർ MLAയ്ക്ക് ജാമ്യം. MLAയെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത രീതി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ. ഭീകരവാദിയോട് എന്ന പോലെയാണ് പോലീസ് അൻവറിനോട് പെരുമാറിയത് എന്നും MM ഹസൻ. ഗുരുവായൂർ ക്ഷേത്രനടയിലെ കാനയിൽ മാലിന്യം നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. എടക്കഴിയൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കി മർദ്ദിച്ച കേസിലെ 4 പ്രതികൾ അറസ്റ്റിൽ. അകലാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് HMP വൈറസ് ബാധിച്ചവരുടെ എണ്ണം 6 ബാംഗ്ലൂർ, അഹമ്മദാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലായി 6 കുട്ടികൾക്കാണ് HMP വൈറസ് ബാധിച്ചത്. 1 വയസ്സ് തികയാത്ത കുഞ്ഞുങ്ങൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. ആശുപത്രി ക്രമീകരണങ്ങൾക്കായി മാർഗനിർദ്ദേശം പുറത്തിറക്കാൻ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. രോഗപ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികളെയും പ്രായമുള്ളവരെയുമാണ് വൈറസ് കാര്യമായി ബാധിക്കുക. ചുമ, ജലദോഷം, പനി, തുമ്മൽ എന്നിവയാണ് HMPV ലക്ഷണങ്ങൾ. 2001 മുതൽ ഈ വൈറസ് പല രാജ്യങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്ര വ്യാപകമായി പടർന്നു പിടിച്ചിരുന്നില്ല. HMPVക്ക് പ്രത്യേക മരുന്നോ വാക്സിനോ ലഭ്യമല്ല. ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമാണ് നൽകുക. ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. HMP വൈറസ് തൃശൂരിൽ സ്ഥിരീകരിച്ചതായി സൂചന. 11-ലധികം കേസുകൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തതായാണ് സൂചന. മൂക്കൊലിപ്പ്, തൊണ്ടവേദന തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങളുമായി മുകേഷ് ലാൽ ചേരുന്നു. മുകേഷ് ലാൽ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? 11-ലധികം കേസുകൾ തൃശ്ശൂരിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് സ്ഥിരീകരിച്ച ഒരു റിപ്പോർട്ടാണോ? എത്രത്തോളം ഒരു ഗൗരവത്തോടെ, എത്രത്തോളം ജാഗ്രതയോടെ നമ്മൾ ആ വാർത്തയെ സ്വീകരിക്കണം? ബൈജു, കോവിഡിന്റെ അതിഗൗരവമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയവരാണ് നമ്മൾ. നമുക്ക് ഒരുപാട് പേരെ നഷ്ടപ്പെട്ട ഒരു അസുഖം കൂടിയായിരുന്നു കോവിഡ്. അതിനുശേഷം ചൈനയിൽ ഉടലെടുത്തു എന്ന് പറയുന്ന ഈ HMP വൈറസ് ശരിക്കും ലോകത്തെ ഞെട്ടിച്ചതായിരുന്നു. എന്നാൽ ചൈനയിൽ ആ വൈറസ് ഒരുപാട് പേർക്ക് സ്ഥിരീകരിച്ചു. അതിനുശേഷം ഇന്ത്യയിൽ ആദ്യമായി ബാംഗ്ലൂരിൽ സ്ഥിരീകരിച്ചു. പിന്നീട് തൃശ്ശൂരിൽ ഈ രോഗം കാണപ്പെട്ടു എന്നത് ആദ്യമായി നമ്മൾ തന്നെയാണ്, TCB തന്നെയാണ് ഇത് ലോകത്തോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെയധികം ഭയത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം കോവിഡിന്റെ ഒരു കാലഘട്ടത്തിന് ശേഷം അതുപോലുള്ള ഒരു വൈറസ് ചൈനയിൽ നിന്ന് വരുമ്പോൾ എത്രമാത്രം ഭീതികരമാവും, എത്രമാത്രം പേർക്ക് ജീവൻ നഷ്ടപ്പെടും എന്നൊരു ഭീതി ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഭീതിയോടുകൂടിയാണ് കാണുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ അത്രയേറെ ഗൗരവത്തോടെ കാണേണ്ടതില്ല. ഈ രോഗത്തെക്കുറിച്ച് വലിയ രീതിയിൽ പ്രചരണമായിരുന്നു പ്രധാനം എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ജലദോഷം, ചുമ, പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഇത് കൂടുതലായും കാണുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകമായി പങ്കുവെക്കാനുള്ളത്. തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രി ഇന്നൊരു ദിവസം കൊണ്ടല്ല, ഏതാനും ആഴ്ചകളായി ഈ രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പങ്കുവെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിലുള്ള ഗൗരവമുള്ളതല്ല, ജീവനെ ബാധിക്കുന്ന രീതിയിലുള്ളതല്ല എന്നുള്ളതാണ് വിദഗ്ധർ നമ്മളോട് പങ്കുവെക്കുന്നത്. ജലദോഷം, ചുമ, തൊണ്ടവേദന എന്നുള്ളതാണ്. എന്നാലും അത് വലിയ നിസ്സാരമായി കാണണ്ട. മാസ്ക് വെച്ച് തന്നെ മുന്നോട്ട് പോവുക, കോവിഡിനെ പോലെ തന്നെ ഗൗരവമായി കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് കൂടി വിദഗ്ധർ പങ്കുവെക്കുന്നുണ്ട്. ഈ വാർത്ത പ്രചരിക്കുന്നതോടുകൂടി നമുക്കറിയാം ചൈനയിൽ ഈ വാർത്ത ഇങ്ങനെയുള്ള ഒരു അസുഖം വന്നു എന്നതോടുകൂടി ലോകം വലിയ ഭീതിയിലായിരുന്നു. ബാംഗ്ലൂരിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ രാജ്യം മുഴുവൻ അതിന്റെ ഭീതിയിലായി. കോവിഡ് ആദ്യമായി സ്ഥിരീകരിച്ചത് തൃശ്ശൂരിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലും ഈ രോഗബാധ വന്നു എന്ന് പറയുമ്പോൾ TCB ഓഫീസിലേക്കടക്കം ഒരുപാട് പേർ, പ്രത്യേകിച്ച് TCB ആണ് ഈ വാർത്ത ആദ്യമായി പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കയോടുകൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിദഗ്ധർ പറയുന്നത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, എന്നാൽ കരുതൽ വേണം എന്നുള്ളത് തന്നെയാണ് ബൈജു. തീർച്ചയായും മുകേഷ് ലാൽ, ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മെഡിക്കൽ വിദഗ്ധർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് വലിയ രീതിയിലുള്ള ജനക്കൂട്ടങ്ങൾ, ജനപങ്കാളിത്തത്തോടെ നടത്തുന്ന വലിയ പ്രോഗ്രാമുകൾ ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഉത്സവങ്ങൾ നടക്കുന്നു, പെരുന്നാളുകൾ നടക്കുന്നു, തിരുവാതിരയുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ നടക്കുന്നു. ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം വരാനുള്ളൊരു സാധ്യതയുണ്ടോ? അത്തരത്തിൽ ജനങ്ങൾ ഒന്നിച്ചു ചേരുന്ന രീതിയിലുള്ള പരിപാടികൾക്ക് ഒരു നിയന്ത്രണം വരാനുള്ള സാധ്യതയുണ്ടോ? ആ രീതിയിലുള്ള ഏതെങ്കിലും വിവരങ്ങൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭ്യമാണോ?
ആരോഗ്യ വിദഗ്ധരുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ള റിപ്പോർട്ടല്ല. എന്നിരുന്നാൽ പോലും ഇത് സ്ഥിരീകരിച്ചു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുകയുണ്ടായി. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോവിഡിനെ പോലെ വളരെ ഭീതിതമായി കാണേണ്ട സ്ഥിതിവിശേഷമില്ല. ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ജാഗ്രത മാത്രം മതി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമായും ജലദോഷം, ചുമ, തൊണ്ടവേദന എന്നുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്, പ്രത്യേകിച്ചും കുട്ടികളിൽ. എന്നാൽ വലിയ രീതിയിൽ ചൈനയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ജീവൻ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇത്ര പേർക്ക് മരണം സംഭവിച്ചു എന്ന രീതിയിലുള്ള കോവിഡ് പോലെയുള്ള അഭീതിതമായ ഒരു വാർത്തയും നമുക്ക് ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്രയേറെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ബൈജു. ശരി, മുകേഷ് ലാലാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഏകദേശം 11ഓളം കേസുകൾ തൃശ്ശൂരിൽ HMP വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ സ്ഥിരീകരണം ആവശ്യമുണ്ട്. അതേസമയം കൂടുതലായിട്ടുള്ള ഒരു പരിഭ്രമിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമില്ല, അമിതമായ ഉത്കണ്ഠപ്പെടേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമില്ല എന്നുമാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്നത്. വൈറൽ പനികൾ ബാധിക്കുന്നത് പോലെ തന്നെ ജീവന് ഹാനി വരാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നുള്ള രീതിയിലുള്ള സൂചനകളാണ് ആരോഗ്യവകുപ്പ് അധികൃതർ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അമിതമായ ഒരു ഉത്കണ്ഠയോ ഭയാശങ്കകളോ ആവശ്യമില്ല. എന്നാൽ ജാഗ്രത ആവശ്യമാണ്. ജലദോഷവും പനിയും ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി ഡോക്ടർമാരെ കണ്ട് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ സ്വീകരിക്കാനും വിശ്രമം എടുക്കാനും ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. ഒപ്പം പ്രത്യേകിച്ച് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരായിട്ടുള്ള ചെറിയ കുട്ടികളെയും മുതിർന്നവരെയും നിലവിൽ രോഗങ്ങളുള്ളവരുമായിട്ടുള്ള വ്യക്തികൾ കൂടുതൽ സൂക്ഷിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്താൽ വലിയ പ്രശ്നങ്ങളില്ലാതെ, വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ള സൂചനകളാണ് നൽകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. HMP വൈറസ് നേരിടാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി സജ്ജമാണെന്ന് പ്രിൻസിപ്പാൾ ഡോക്ടർ N. അശോകൻ പറഞ്ഞു. ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിച്ചതായും പ്രിൻസിപ്പാൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരിച്ച 2 ലെക്ചറർ ഹാളുകളുടെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ പേ വാർഡിന്റെയും മറ്റ് വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിക്കും. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ KB സനിൽകുമാർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ M. രാധിക തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിലമ്പൂർ DFO ഓഫീസ് ആക്രമണ കേസിൽ PV അൻവർ MLAക്ക് ജാമ്യം. നിലമ്പൂർ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. PV അൻവറിനെ കസ്റ്റഡിയിൽ വേണമെന്ന പോലീസിന്റെ അപേക്ഷ കോടതി തള്ളി. 35,000 രൂപ ജാമ്യത്തുക കോടതിയിൽ കെട്ടിവെക്കണം. ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണം. നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസ് DMK പ്രവർത്തകർ അടിച്ചു തകർത്ത കേസിലാണ് PV അൻവർ MLAയെ കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറത്ത് കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചതിൽ പ്രതിഷേധിച്ച് DMK പ്രവർത്തകർ നടത്തിയ ഫോറസ്റ്റ് ഓഫീസ് മാർച്ചിനിടെയായിരുന്നു ആക്രമണം. ജനപ്രതിനിധിയായ PV അൻവറിനെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത രീതി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹത്തിന്റെ സമരരീതിയെ ന്യായീകരിക്കുന്നില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൻവർ ചെയ്ത സമരരീതിയെ അനുകൂലിക്കുന്നില്ലെങ്കിലും ഭീകരവാദിയോടെന്ന പോലെയാണ് പോലീസ് അൻവറിനോട് പെരുമാറിയത്. ഒരു ജനപ്രതിനിധി ജനകീയ വിഷയത്തിൽ സമരം ചെയ്യുമ്പോൾ സമരരീതി വേറെയായിരിക്കും. പക്ഷേ പോലീസ് ചെയ്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. PV അൻവർ ഒരു ജനകീയ പ്രശ്നം ഇന്നലെയും കാട്ടാന ചവിട്ടി ഒരു ആദിവാസിയെ കൊലപ്പെടുത്തി. ആ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് അർദ്ധരാത്രി വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുക, ഒരു ഭീകരവാദിയെ പോലെ. അതേതായാലും അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. അത് പിണറായി വിജയൻ്റെ പോലീസിൻ്റെ നയമാണ്. PV അൻവർ ചെയ്ത സമര രീതിയോട് ഞാൻ പ്രത്യേകിച്ച് പ്രതികരിക്കുന്നില്ല. കാരണം ഇന്നലെ ഒരു അവധി ദിവസമാണ്. അവിടെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ പോയി അത് അടിച്ചു തകർത്തു. ഈ ഫോറസ്റ്റ് റേഞ്ചർ എന്നൊക്കെ പറയുന്നതല്ലല്ലോ ഈ ഇതിന് ഉത്തരവാദി. ആ ആക്രമണത്തെ ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തോട് പോലീസ് ചെയ്തത് അങ്ങേയറ്റത്തെ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്.
രാഹുൽ മാങ്കൂട്ടത്തിലിനോടും ഇപ്രകാരം തന്നെയാണ് പോലീസ് ചെയ്തത്. പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുക്കുമെന്ന് പറയുന്ന സർക്കാർ ശിവൻകുട്ടി MLA ആയിരുന്നപ്പോൾ നിയമസഭയിൽ പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള കേസ് പിൻവലിക്കാനുള്ള ശ്രമത്തിലാണ്. പെരിയ കേസിലെ പ്രതികൾക്ക് CPM വീരോചിതമായ സ്വീകരണമാണ് നൽകിയത്. കുറച്ചുകൂടി കഴിയുമ്പോൾ കൊലപാതകികൾക്കെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി വീരചക്രം കൊടുക്കുന്ന കാലം വരുമെന്നും ഹസൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ സ്വയം സഹായ സംഘവും കുടുംബ കൂട്ടായ്മയുമാണ് ജനശ്രീ സുസ്ഥിര വികസന മിഷനെന്ന് സംസ്ഥാന ചെയർമാൻ MM ഹസൻ പറഞ്ഞു. ജനശ്രീ മിഷന്റെ തൃശൂർ ജില്ലാ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രളയം, കോവിഡ് തുടങ്ങിയ മഹാമാരി കാലത്ത് ഒരുപാട് ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ജനശ്രീ മിഷന് കഴിഞ്ഞിട്ടുണ്ടെന്നും MM ഹസൻ പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ ചെയർമാൻ O അബ്ദുറഹ്മാൻ കുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ BS ബാലചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി AT ജോസ്, കേന്ദ്ര കമ്മിറ്റി അംഗം KV ദാസൻ, സിജോ കടവിൽ, KV ഷാനവാസ്, ES ബൈജു, EA ഓമന തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ കാനയിൽ മാലിന്യം നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. ക്ഷേത്രത്തിന് 50 മീറ്റർ മാത്രം ദൂരമുള്ള ഈ വഴിയിലൂടെ മൂക്ക് പൊത്താതെ നടക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കിഴക്കേ സമൂഹമഠം റോഡിലാണ് കാന നിറഞ്ഞ മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത്. ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ കഴിഞ്ഞ 19-ന് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ സമീപിച്ചിരുന്നു. എന്നാൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്ന് കൗൺസിലർ പറഞ്ഞു. സമീപത്തെ ഹോട്ടലുകളിൽ നിന്നും ലോഡ്ജുകളിൽ നിന്നുമുള്ള ശുചിമുറി മാലിന്യം കാനയിലേക്ക് ഒഴുക്കുന്നതായും കൗൺസിലർ ആരോപിച്ചു. നഗരസഭയുടെ കാന നഗരസഭയുടെ ഹെൽത്ത് വിഭാഗം അല്ലാണ്ട് ഇവിടുത്തെ ബിസിനസ് ചെയ്യുന്ന ഒരു ലോഡ്ജോ ഹോട്ടലോ അവര് വന്നിട്ട് ഈ സ്ലാബ് മുഴുവൻ പൊളിച്ച് കാനേന്ന് മണ്ണ് കോരി ഇവിടെ പരത്തിയിട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ നടക്കുന്ന ഒരു വഴിയാണ്. നവകേരളം മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ നടക്കുന്ന ഈ സമയത്ത് പുറമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് നഗരസഭ വളരെ വലിയൊരു ഫൈൻ ഉണ്ടാക്കുന്ന സമയത്ത് 10 ദിവസം മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്ത കാര്യത്തിന് ഒരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, ഈ കാനയുടെ സ്ലാബ് നഗരസഭയുടെ കാന തൊടാൻ അവർക്ക് എന്താ അധികാരം? അവര് കാനയുടെ സ്ലാബൊക്കെ തുറന്ന് മണ്ണ് വേസ്റ്റ് വെള്ളം കക്കൂസ് മാലിന്യം അടക്കം ഇത് കൂടെയാണ് ഒഴുകണത്. ഈ മണ്ണ് പുറത്തിട്ടിട്ട് നാറിയിട്ട് ഈ വഴി നടക്കാൻ വയ്യ. ഇവിടെ പരിസരത്തുള്ളവർ ഇപ്പൊ ഇവിടെ അടുത്തുള്ള ഒരാളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടേക്ക് മൂക്ക് പൊത്താതെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാന നിറഞ്ഞ് മാലിന്യം റോഡിലേക്ക് ഒഴുകുന്നതിനാൽ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇതേ തുടർന്ന് സമീപത്തെ സ്വകാര്യ സ്ഥാപനം തൊഴിലാളികളെ ഉപയോഗിച്ച് കാനയിലെ മാലിന്യം പുറത്തേക്ക് കോരിയിട്ടു. ഇതോടെ ക്ഷേത്ര പരിസരത്ത് ദുർഗന്ധം രൂക്ഷമായി. വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ സ്ഥലത്തെത്തി പ്രതിഷേധിച്ചു. പിന്നീട് തൊഴിലാളികൾ മാലിന്യം നീക്കം ചെയ്തു. ഈ അവസരത്തിൽ നഗരസഭ നോക്കുകുത്തിയാണെന്നും ശോഭ ആരോപിച്ചു. അനുമതിയില്ലാതെ കാന പൊളിച്ച് മാലിന്യം വൃത്തിയാക്കിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകി. പരാതി നൽകിയിട്ടും പരിഹരിക്കാത്ത ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കണം. കാനയിലേക്ക് മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെയും നടപടി വേണം. ഇക്കാര്യങ്ങളിൽ നഗരസഭ അലംഭാവം തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും കൗൺസിലർ പറഞ്ഞു. ഇപ്പൊ നമുക്ക് കാണാം, ഏതോ ഒരു വ്യക്തി ഈ കോരിട്ട മണ്ണ് അർബാനയിലാക്കി കൊണ്ടുപോകുന്നു. അപ്പൊ നഗരസഭാ വിഭാഗം ശരിക്കും ഒരു നോക്കുകുത്തിയായിട്ട് ഇരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം വീണ്ടും ഈ വിഷയം ഞാൻ ഹെൽത്ത് സൂപ്രണ്ടിനെ റിപ്പോർട്ട് ചെയ്തതാണ്. അവരിവിടെ വന്ന് കാഴ്ച കണ്ട് പോവുകയാണോ എന്താണ് അവസ്ഥ എന്നറിയില്ല. വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ് അമ്പലത്തിന്റെ ഈ പരിസരത്തുള്ളത്. ഇതിന് നടപടി ഉണ്ടായെങ്കിൽ വളരെ ശക്തമായ പ്രതിഷേധ പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. TCV ന്യൂസ്, ഗുരുവായൂർ. എടക്കഴിയൂരിൽ വീട്ടിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയി 2 ദിവസം തടങ്കലിൽ വെച്ച് മർദ്ദിച്ച കേസിലെ 4 പ്രതികളെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അകലാട് സ്വദേശികളായ മുഹമ്മദ് സഫ്വാൻ, ഷഹീൻ, പുന്നയൂർക്കുളം മണ്ടത്തോട് നദീം ഖാൻ, മൂന്നൈനി സ്വദേശി ആഷിഖ് ഫഹ്സാൻ എന്നിവരെയാണ് ചാവക്കാട് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വിദേശത്തു നിന്നും കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് എടക്കഴിയൂർ മഞ്ചറമ്പത്ത് വീട്ടിൽ ഷനൂബിനെ പ്രതികൾ തടങ്കലിലാക്കി മർദ്ദിച്ചത്. ഗുരുവായൂരിലെ ലോഡ്ജിൽ നിന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ PS അനിൽകുമാർ, S വിഷ്ണു, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിഹാബ്, അരുൺ G, രജിത്ത് എന്നിവരും പ്രതികളെ പിടികൂടിയ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആധിപത്യം തുടർന്ന് കണ്ണൂർ. സ്വർണ്ണക്കപ്പിനായി കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമാണ് തുടരുന്നത്. 670 പോയിന്റുമായി കണ്ണൂർ 1-ാം സ്ഥാനത്തും 665 പോയിന്റുമായി തൃശൂർ 2-ാം സ്ഥാനത്തുമാണ് ഉള്ളത്. 661 പോയിന്റ് നേടി കോഴിക്കോട് ജില്ലയാണ് 3-ാം സ്ഥാനത്ത് തുടരുന്നത്.
സ്കൂൾ വിഭാഗത്തിൽ ആലത്തൂർ ഗുരുകുലം സ്കൂളാണ് മുന്നിൽ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ മിമിക്രി മോണോ ആക്ട്, നാടോടി നൃത്തം, ദഫ്മുട്ട്, ചവിട്ടുനാടകം തുടങ്ങിയ ജനപ്രിയ ഇനങ്ങളാണ് ഇന്ന് നടന്നത്. കുന്നംകുളം വെള്ളിത്തിരുത്തിയിൽ കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ 9 വയസ്സുകാരിയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ അമല ആശുപത്രിയിൽ നിന്നും എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി. വെള്ളിത്തിരുത്തി കുന്നുംകാട്ടിൽ വീട്ടിൽ അനിലിന്റെ മകൾ പാർവണയ്ക്കാണ് കാറിടിച്ച് ഗുരുതരമായി പരിക്കേറ്റത്. കഴിഞ്ഞ ദിവസമാണ് ചൂണ്ടൽ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വന്ന കാർ റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചത്. അപകടത്തിന് ഇടയാക്കിയ കാറിന്റെ ഡ്രൈവർ കടങ്ങോട് സ്വദേശി ബോബനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. എടത്തിരുത്തി പുളിഞ്ചോട് മേപ്പുറത്ത് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പുത്തൻപീടിക വാളമുക്ക് സ്വദേശി പള്ളത്തി വീട്ടിൽ 30 വയസ്സുള്ള വിനീതാണ് മരിച്ചത്. ഡിസംബർ 25-നായിരുന്നു അപകടം. കയ്പമംഗലം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. എടക്കഴിയൂർ ചന്ദനക്കുടം കൊടിക്കുത്ത് നേർച്ചയ്ക്ക് തുടക്കമായി. എടക്കഴിയൂർ വളയംതോട് കുഴപ്പാട്ട് അയ്യപ്പുവിന്റെ വീട്ടിൽ നിന്നും ആദ്യ കാഴ്ച പുറപ്പെട്ട് ജാറം അങ്കണത്തിൽ എത്തിച്ചേർന്നു. അയ്യപ്പു സ്വാമിയുടെ കുടുംബാംഗങ്ങൾ ആദ്യ കാഴ്ചയ്ക്ക് നേതൃത്വം നൽകി. വേലിയേറ്റം പതിവിൽ കൂടുതൽ ശക്തമായതോടെ എറിയാട് പഞ്ചായത്തിന്റെ തീരപ്രദേശങ്ങളിൽ ജനജീവിതം ദുസ്സഹമാവുകയാണ്. ബ്ലാങ്ങാച്ചാൽ തോടിന്റെ പരിസര പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായി അനുഭവപ്പെടുന്നത്. ചളി നിറഞ്ഞ വെള്ളം ആഴ്ചകളായി കെട്ടിനിൽക്കുന്നത് മൂലം പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയും നേരിടുന്നുണ്ട്. കടലിൽ നിന്നും തോടുവഴി കടന്നുകയറുന്ന കടൽവെള്ളം വീട്ടുമുറ്റങ്ങളിലും നടവഴികളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം 1 മാസമോ 2 മാസമോ ഈ ചെളിയില്ലാണ്ട് വരുന്നുള്ളൂ. അല്ലാത്ത എല്ലാ പ്രാവശ്യവും കൊല്ലത്തിൽ ഈ ചെളിയും വെള്ളം തന്നെ ഞങ്ങൾ നീന്തി, കുട്ടികളായാലും വാഹനങ്ങളായാലും എല്ലാം അപകടത്തിൽ തന്നെയാണ്. ഈ വെള്ളത്തിൽ തന്നെ നിന്നിട്ട് ഉപ്പും വെള്ളം കയറി കിടക്കുന്നത്. തോട്ടിലെ വെള്ളം മുറ്റത്തേക്ക് കയറണം. തോടിന്റെ സൈഡൊക്കെ ഇടിഞ്ഞു നിൽക്കണ, അതിൽ കൂടെ വെള്ളം സ്പീഡിൽ വരുന്ന സ്റ്റെപ്പ് വരെയും കയറി വെള്ളം വരുന്നത്. ബാക്കിലൊക്കെ അടുക്കള അവിടെയൊക്കെ പൊക്കം കുറവാണ്. അപ്പൊ അതിൽ കൂടെ ഒക്കെ വെള്ളം കയറുന്നു. സൈഡ് കെട്ടിത്തരാന്ന് പറഞ്ഞിരുന്നാണ് ഈ പൊയിലിന്റെ ഒക്കെ, പക്ഷെ സൈഡൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. അവിടെയൊക്കെ ഇടിഞ്ഞ് കിടക്കണേ. ഇവരെ വേണ്ടപ്പെട്ടവരെ വിളിച്ചു പറയുമ്പോ ആ മെമ്പറിന്റെ അവിടെയാണ്, മറ്റേ മെമ്പറിന്റെ അവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ മെമ്പർ സാധനം വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞതാണ് അവിടെ കെട്ടണമെങ്കിൽ ഒരുപാട് വീതി ഉണ്ട്, അതിലേക്കൂടെയാണ് വെള്ളം വരണതെന്ന് പറഞ്ഞപ്പോൾ ആൾ അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെയാണെങ്കിൽ പാടില്ലാത്തവരും നടക്കാൻ പറ്റാത്ത വീടുകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ വീടുകളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലാങ്ങാച്ചാൽ തോടിലും ഇടത്തോടുകളിലും കാലാകാലങ്ങളിൽ തടയണ കെട്ടി വേലിയേറ്റത്തെ തടയുകയാണ് പതിവ്. കഴിഞ്ഞ 1-2 വർഷങ്ങളായി വൃശ്ചിക മാസം മുതലുള്ള വേലിയേറ്റം താരതമ്യേന കുറവായിരുന്നു. എന്നാൽ ഇക്കുറി വൃശ്ചികകാല വേലിയേറ്റം പതിവിലും ശക്തമായി. ഇതോടെ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമാകുകയായിരുന്നു. പല വാർഡുകളിലും വേലിയേറ്റം തടയുന്നതിനുള്ള സ്ലൂയിസ് നിർമ്മിച്ചിട്ടുണ്ട്. മറ്റു ചിലയിടങ്ങളിൽ സ്ലൂയിസ് നിർമ്മാണം പാതി വഴിയിലാണ്. സ്വകാര്യ ഭൂമിയിലുള്ള ഇടതോടുകൾ മണ്ണിടിഞ്ഞ് ആഴം കുറഞ്ഞതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ബ്ലാങ്ങാച്ചാൽ തോട് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിക്കുകയും ഇടതോടുകൾ ആഴം കൂട്ടുകയും വഴി വേലിയേറ്റം തടയാനാകും. ഈ പ്രവൃത്തി കാലതാമസമില്ലാതെ നടന്നാൽ ദുരിതം ഒഴിയുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. എരുമപ്പെട്ടിയിൽ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ നിന്നും വൈദ്യുതി വയറുകൾ മോഷണം പോയി. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിനു സമീപം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന തേറുപറമ്പിൽ സുരേഷിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് വൈദ്യുതി വയർ വൻതോതിൽ മോഷ്ടിച്ചത്. കെട്ടിടത്തിന് പുറത്തുള്ള പൈപ്പുകൾ പൊട്ടിച്ച് ഉള്ളിൽ സ്ഥാപിച്ചിരുന്ന വയർ മുറിച്ചെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. ഏകദേശം 30,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഇരുമ്പ് സാമഗ്രികളും കരിയന്നൂരിലുള്ള കെട്ടിടത്തിൽ നിന്ന് സ്റ്റീൽ ഉപകരണങ്ങളും മോഷണം പോയി. കാട്ടൂരിൽ വയോധികയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ വലക്കഴ സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ 73 വയസ്സുള്ള ആലീസാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം.
ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. 2025 പ്രത്യേക സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി ജില്ലയിലെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. വോട്ടർ പട്ടികയുടെ ജില്ലാതല പ്രസിദ്ധീകരണം കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഒല്ലൂർ നിയോജകമണ്ഡലത്തിലെ 84-ാം നമ്പർ ബൂത്ത് ലെവൽ ഓഫീസർ CJ ബിനോയ്ക്ക് പട്ടിക കൈമാറി നിർവഹിച്ചു. 13 നിയമസഭാ മണ്ഡലങ്ങളിലെ 2338 പോളിംഗ് സ്റ്റേഷനുകളിലായി ആകെ 26,74,625 വോട്ടർമാരാണ് ഉള്ളത്. 2024-നേക്കാൾ 83,904 വോട്ടർമാരുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കരട് വോട്ടർ പട്ടികയിന്മേലുള്ള അവകാശങ്ങളും ആക്ഷേപങ്ങളും എല്ലാം തീർപ്പാക്കിയാണ് അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. തൃശൂർ ലാലൂരിലെ കേബിൾ TV ഓപ്പറേറ്റർ ഒളരിക്കര ഗാന്ധിജി നഗറിൽ പുളിക്കൻ തിമോത്തി മകൻ ക്ലീറ്റസ് അന്തരിച്ചു. 46 വയസ്സായിരുന്നു. മഞ്ഞപ്പിത്തത്തെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9:30 ഒളരിക്കര ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ നടക്കും. ചിറ്റാറ്റുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ കമ്പിടി തിരുനാളിനോടനുബന്ധിച്ചുള്ള കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തിസാന്ദ്രമായി. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സീനിയർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രം സഹവികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ ജൂനിയർ, ഫാദർ ഡോക്ടർ ആന്റണി കണ്ണനായ്ക്കൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് തിരുനാൾ ആഘോഷ കമ്മിറ്റി ഒരുക്കിയ ആകാശവിസ്മയം വെടിക്കെട്ട് പ്രേമികൾക്ക് ആവേശം പകർന്നു. തിരുനാൾ ദിവസമായ ചൊവ്വാഴ്ച ആഘോഷമായ തിരുനാൾ ദിവ്യബലി, പ്രദക്ഷിണം, വർണ്ണമഴ എന്നിവ നടക്കും. ട്രസ്റ്റിമാരായ ജോൺസൺ നിലങ്കാവിൽ, CK സെബി, CA ടോണി, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ PV പിയൂസ്, പബ്ലിസിറ്റി കൺവീനർ റിജോ P ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് തിരുനാളിന് നേതൃത്വം നൽകുന്നത്. നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് മേജർ സെറ്റ് കഥകളി അരങ്ങേറി. രംഗഭൂഷ ഇരിഞ്ഞാലക്കുടയാണ് കഥകളി അവതരിപ്പിച്ചത്. ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി, സദനം മോഹനൻ, ഇരിഞ്ഞാലക്കുട വിനോദ്, വെള്ളനേഴി ഹരിദാസ് എന്നിവർ വേഷമിട്ടു. സദനം ശിവദാസ്, സദനം ജ്യോതിസ് ബാബു എന്നിവർ പാട്ടിലും, കലാമണ്ഡലം ബാലസുന്ദരൻ ചെണ്ടയിലും, ചെർപ്പുളശ്ശേരി ഹരിഹരൻ, RLV പ്രകാശ് എന്നിവർ മദ്ദളത്തിലും പിന്നണിയായി. കലാനിലയമാണ് ചുട്ടിക്ക് നേതൃത്വം നൽകിയത്. അധ്യാപക സർവീസ് സംഘടന സമരസമിതി ചാവക്കാട് മേഖലാ കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം NP സലീം ഉദ്ഘാടനം ചെയ്തു. KGOF സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ K വിവേക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി VJ മെർലി, ജില്ലാ വൈസ് പ്രസിഡന്റ് MK ഷാജി, ജോയിന്റ് കൌൺസിൽ ചാവക്കാട് മേഖലാ സെക്രട്ടറി KH നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ആനുകൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും മുൻപ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ പെൻഷൻ തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ ജനുവരി 22-ന് നമ്മൾ പണിമുടക്കായിട്ടുള്ളത്. പാവറട്ടി സെന്റ് തോമസ് ഷോപ്പിംഗ് കോംപ്ലക്സിലെ പച്ചക്കറി കട കുത്തി തുറന്ന് പണം മോഷ്ടിച്ച 2 പേർ അറസ്റ്റിലായി. പുന്നീർകുളം വെട്ടിപ്പുഴ സ്വദേശി കുന്നമ്പത്ത് വീട്ടിൽ മുഹമ്മദ് അഷ്റഫ്, എടക്കഴിയൂർ സ്വദേശി കിഴക്കേത്തറയിൽ വീട്ടിൽ ഷൈബിൻ എന്നിവരാണ് അറസ്റ്റിലായത്. പാവറട്ടി ഇൻസ്പെക്ടർ ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പാവറട്ടിയിലെ ടിൻറ്റുമോൻ വെജിറ്റബിൾസ് കടയിൽ സൂക്ഷിച്ചിരുന്ന 10,000-ഓളം രൂപയാണ് പ്രതികൾ മോഷ്ടിച്ചത്. പ്രകൃതിക്കും മനുഷ്യജീവനും ഭീഷണിയാകുന്ന രീതിയിൽ കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടോൽ പ്രദേശത്തെ 2 കുന്നുകൾ ഇടിച്ചു നിരത്തി മണ്ണെടുക്കുന്നതിനെതിരെ പ്രദേശവാസികൾ പ്രതിഷേധ സംഗമവും റാലിയും നടത്തി.
ദേശീയപാത നിർമ്മാണത്തിനായി കരാർ കമ്പനിയാണ് കുന്നുകൾ ഇടിച്ച് വൻതോതിൽ മണ്ണ് കൊണ്ടുപോകുന്നത്. അമിതഭാരവുമായി രാത്രികാലങ്ങളിൽ പോലും വലിയ ലോറികൾ കടന്നുപോകുന്നത് പ്രദേശവാസികൾക്ക് സ്വൈരജീവിതത്തിന് തടസ്സമാവുകയാണെന്ന് ആരോപിച്ച് നാട്ടുകാർ ലോറികൾ തടയുകയും വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. പ്രതിഷേധ റാലി കോട്ടോൽ വായനശാല പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം പരിസ്ഥിതി പ്രവർത്തകൻ ലിജിൻ രാജൻ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൗൺസിൽ അംഗം മുരളി പൊറ്റേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. വാർഡംഗം നിഷ കെ ജി, കൺവീനർ ഷഫീഖ്, പ്രമോദ്, സരിത, ശ്രീരാഗ്, സുമിത്, ലക്ഷ്മണൻ, അബൂബക്കർ എന്നിവർ സംസാരിച്ചു. നിങ്ങളിൽ ഇടപെടുന്നു മഹത്തായ ഒരു വാക്കാണത്. നിങ്ങളത് ചിന്തിക്കേണ്ട വാക്കാണ്. കാരണം എന്താണ് രാഷ്ട്രീയം? രാഷ്ട്രത്തെ സംബന്ധിച്ച് എന്തും രാഷ്ട്രീയമാണ്. കൊടുങ്ങല്ലൂരിൽ നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ നടപ്പാതയുടെ കൈവരികളിൽ പൂച്ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം ചെലവഴിച്ചാണ് ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായുള്ള നഗര സൗന്ദര്യവൽക്കരണത്തിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലതാ ഉണ്ണികൃഷ്ണൻ, ON ജയദേവൻ, കൗൺസിലർമാരായ KR ജൈത്രൻ, നഗരസഭാ സെക്രട്ടറി NK വൃജ തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവത്ര ദാമോദർജി സ്മാരക പുരസ്കാരം PV ഗംഗാധരൻ മാസ്റ്റർക്ക് സമ്മാനിച്ചു. സർവോദയ നേതാവ് M പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ PS സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. കേരള മഹാത്മജി സാംസ്കാരിക വേദി പ്രസിഡന്റ് സജീവൻ നമ്പിയത്ത്, പ്രൊഫസർ VP ജോൺസ്, ഡോക്ടർ ആകാശ് വത്സല ഡേവിസ് കണ്ണമ്പുഴ, CBS മണി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യമുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ ജ്വല്ലറിയിൽ ഡയമണ്ട് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. ആകർഷകമായ സമ്മാനങ്ങളോടെ 25 ദിവസം നീണ്ടുനിൽക്കുന്ന ഗ്രാൻഡ് ഡയമണ്ട് ഫെസ്റ്റിനും ഇതോടെ തുടക്കമായി. അംഗീകൃത ലാബിലെ സർട്ടിഫിക്കറ്റോടെ ഗുണനിലവാരമാർന്ന വജ്രാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണ ഡയമണ്ട് കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചത്. രാജ്യാന്തര നിലവാരമുള്ള ഡിസൈനുകളും ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുമാണ് ഡയമണ്ട് കൗണ്ടറിന്റെ പ്രത്യേകത. ഉപഭോക്താക്കളുടെ മനസ്സിനും വസ്ത്രധാരണത്തിനും ഇണങ്ങുന്ന രീതിയിലുള്ള ഡയമണ്ട് നെക്ലേസുകൾ, വളകൾ, കമ്മലുകൾ, മോതിരങ്ങൾ എന്നിവ കുട്ടികൾക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള സൗകര്യവുമുണ്ട്. സാധാരണക്കാർക്ക് ബഡ്ജറ്റിനിണങ്ങിയ വജ്രാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരത്തിനൊപ്പം ആകർഷകമായ ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കിയതായി മാനേജിംഗ് ഡയറക്ടർ PH വിലാസ് പറഞ്ഞു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് കൗണ്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മിനി ഗുരുവായൂർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ഫിനാൻസ് മാനേജർ EU ശ്രീനാരായണൻ, ഷോറൂം മാനേജർ ബിറ്റോ തോമസ്, വിവിധ സംഘടനാ പ്രതിനിധികളായ R ജയകുമാർ, വിനീത് മോഹൻ, ഡോക്ടർ PV മധുസൂദനൻ, TN മുരളി, MA ആസിഫ്, P മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡയമണ്ട് ഫെസ്റ്റ് 31-ന് സമാപിക്കും. സ്ഥാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് 8078041000 എന്ന കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3258 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 6 കുട്ടികൾക്ക് HMP വൈറസ് ബാധ സ്ഥിരീകരിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം. തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രത്യേക ഐസൊലേഷൻ വാർഡുകൾ സജ്ജീകരിച്ചതായി പ്രിൻസിപ്പാൾ. നിലമ്പൂർ DFO ഓഫീസ് ആക്രമണ കേസിൽ PV അൻവർ MLAക്ക് ജാമ്യം. MLAയെ അർദ്ധരാത്രിയിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത രീതി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ. ഭീകരവാദിയോട് എന്ന പോലെയാണ് പോലീസ് അൻവറിനോട് പെരുമാറിയതെന്നും MM ഹസൻ.
ഗുരുവായൂർ ക്ഷേത്രനടയിലെ കാനയിൽ മാലിന്യം നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്നത് ഭക്തരെ ദുരിതത്തിലാക്കുന്നു. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. എടക്കഴിയൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി തടങ്കലിലാക്കി മർദ്ദിച്ച കേസിലെ 4 പ്രതികൾ അറസ്റ്റിൽ. അകലാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.